ഈശ്വരനെ ആരാധിക്കാൻ ദേവാലയം പണിയുന്നത് തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ ചെകുത്താനു വേണ്ടി അവനെ ആരാധിക്കുന്നതിന് പള്ളി പണിതാൽ അത് അത്ഭുതം തന്നെയല്ലേ? അതെ, ഈ വൈകൃത രീതിയിലുള്ള ആരാധനാരീതിയെക്കുറിച്ച് അറിയാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SL Variety. സമീപകാലത്ത് അമേരിക്കയിൽ ഉടലെടുത്ത പുതിയൊരു ഭക്തി പ്രസ്ഥാനത്തിൻ്റെ തെളിവാണ് അവിടെ കെട്ടിയുയർത്തിയ ചെകുത്താൻ്റെ പള്ളി. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ ഉടലെടുത്ത് ക്രമേണ പ്രചാരം നേടി ഇപ്പോൾ ഒരു ഹരമായി വളർന്നിരിക്കുന്ന ഈ പൈശാചിക ആരാധന എന്ന പുത്തൻ സംസ്കാരം വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും ആകർഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ആരാധനാമൂർത്തി പിശാച് അല്ലെങ്കിൽ ചെകുത്താനാണ്. അവന് പ്രിയങ്കരമെന്ന് നാം കരുതിയിട്ടുള്ള ആരാധനാക്രമങ്ങളും ചട്ടങ്ങളുമാണ് പൈശാചിക ആരാധകർ അനുവർത്തിക്കുന്നത്. ഈ വൈകൃത രീതിയിലുള്ള മതവിശ്വാസവും ആരാധനാരീതിയും അവയെക്കുറിച്ചുള്ള വിവരങ്ങളും 1970-കളിലാണ് പുറത്തു വന്നത്. പിശാചിനെ ആരാധിക്കുന്നവർ അവരുടെ മതപരമായ ചടങ്ങിൻ്റെ ഭാഗമായി ശവക്കല്ലറുകളുമായി ബന്ധപ്പെട്ട് പൂജാതി കർമ്മങ്ങളും ചെയ്യാറുണ്ട്. കുഴിമാടങ്ങൾ തുറന്ന് ശവശരീരത്തെ പുറത്തെടുക്കുക, ശിശുക്കളുടെ ശവശരീരങ്ങൾ പൂജാവിധികളിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇത്തരം അനുഷ്ഠാനങ്ങൾക്ക് അവർ പ്രത്യേക ദിവസങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. ജൂൺ 21, സെപ്റ്റംബർ 22 തുടങ്ങിയ ദിവസങ്ങളിലെ രാത്രികളിൽ ഇവർ വിശേഷതരങ്ങളായ പൂജകളും ആരാധനാക്രമങ്ങളും നിർവഹിക്കാറുണ്ട്. അനുഷ്ഠാന വേളയിൽ ഇവരുടെ മേലങ്കിയിൽ 666 എന്ന സംഖ്യയും ആലേഖനം ചെയ്തിരിക്കും. വേദപുസ്തകത്തിൽ പിശാചിൻ്റെ അടയാളമായി 666 എന്ന സംഖ്യയെ സൂചിപ്പിക്കുന്നതാണ് ഇതിന് കാരണം. അനന്തമായ യൗവനവും സൗന്ദര്യവും സമ്പത്തും വിജയവും നേടാനായി ചെകുത്താനുമായി ഉടമ്പടി ഉണ്ടാക്കിയ ഡോക്ടർ ഫോസ്റ്റസിൻ്റെ കഥ പ്രശസ്തമാണ്. ചെകുത്താനുമായുള്ള ഉടമ്പടി മധ്യകാലഘട്ടത്തിൽ ഒരു സാധാരണ സംഭവമായിരുന്നു. സാത്താനുമായി നേരിട്ടുള്ള ഉടമ്പടി എന്ന അർത്ഥത്തിലും അവൻ്റെ അനുയായികളായ ദുർമന്ത്രവാദികളുമായുള്ള ധാരണ എന്ന അർത്ഥത്തിലും ഉടമ്പടി എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നു. ചെകുത്താനുമായുള്ള ഉടമ്പടിക്ക് അത്യന്താപേക്ഷിതമായ ചില നടപടിക്രമങ്ങൾ ഉണ്ട്. വിലക്കപ്പെട്ട ആഹാരപദാർത്ഥങ്ങൾ ഭക്ഷിക്കുക, ഒരു കറുത്ത കോഴിയെ ബലി കൊടുക്കുകയും അഗ്നി ജ്വലിപ്പിക്കുകയും ചെയ്ത് ചെകുത്താനോട് പ്രാർത്ഥിക്കുക, ദൈവദൂഷണം നടത്തുകയും എതിരായി പ്രവർത്തിക്കുകയും ചെയ്യുക, പിശാചിൻ്റെ മായാരൂപത്തെ ആരാധിക്കുകയും ധ്യാനിച്ച് അവനെ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്യുക, കൈവിരലിലെ രക്തം കൊണ്ട് ഉടമ്പടി ഒപ്പുവയ്ക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ നിഴൽ ഉണ്ടായിരിക്കുകയില്ല. കണ്ണാടിയിൽ അയാളുടെ പ്രതിബിംബം കാണുകയുമില്ല. അയാൾക്ക് സമ്പത്തും വശീകരണ ശക്തിയും യുവത്വവും അദൃശ്യതയും പരമമായ ശക്തിയും ലഭിക്കും. സാധാരണഗതിയിൽ 30 വർഷത്തേക്കാണ് ഈ ശക്തികൾ ലഭിക്കുന്നത്. ഇത്തരത്തിലുള്ള ആരാധനാരീതികൾ ആരും അനുവർത്തിക്കുകയോ അനുകരിക്കുകയോ ചെയ്യരുത്. ഇത് നമ്മുടെ ആത്മാവിനെ തന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നവയാണ്. അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും സ്റ്റേ ട്യൂൺഡ്.